എന്തോന്നല്ലേ ഇത്? നീ ഈ പിള്ളേരെ കൂടെ ചീത്താക്കൂ? എന്ത് ചീത്താക്കാൻ? ഞാൻ വാഷി സോപ്പ് കൊടുത്തല്ലേ അവന്. നിന്റെ വാഷി സോപ്പല്ലേ നീ എൻവലപ്പിട്ട് ഒട്ടിച്ചു കൊടുക്കണേ? നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ക്യാപ്റ്റന്റെ കാര്യത്തിൽ ഇടപെടല്ലെന്ന്. മര്യാദയ്ക്ക് നാളെ സമയത്തിന് കളിക്ക് വരാൻ നോക്ക്. അതിനൂടെ കാണും. അത് കഴിഞ്ഞാൽ പിന്നെ സംശയമാണ്. കോളേജിൽ നിന്ന് അഡ്മിഷന് വിളിയൊന്നും തുടങ്ങി. എടാ നീയൊക്കെ 10 കാശുണ്ടാക്കാൻ വേണ്ടിയില്ല പഠിക്കാൻ പോണത്. ആ സമയത്ത് ഈ ഗ്രൗണ്ടിൽ കിടന്ന് കളിച്ചാലും കിട്ടുള്ള പൈസ ഈ പൈസ അല്ല. ഇങ്ങനെയുള്ള വിവരക്കേട് പറയാതിരിക്കാൻ വേണ്ടിയാണ് ആളുകൾ കോളേജിൽ പോകുന്നത്. നീ അങ്ങനെ ഒരുപാട് ബ്രെയിൻ ഉപയോഗിക്കല്ലേ? ശരിയാക്കി പഠിച്ച് രക്ഷപ്പെടുന്നുണ്ടോ ഇവനൊന്നും സഹിക്കൂല. കേറ് പോളെ. മറ്റവന്മാരെ കൂടെ കളിക്കൊണ്ടുപോടാ. ഈ അവന്മാര് ഇനി വരുമെന്ന് തോന്നുന്നില്ല. എന്ത് ഈ പറഞ്ഞ തന്നെ അഡ്മിഷൻ സാറേ. സാറേ നോട്ടിപ്പോയി സാറേ. എൻ്റെയും അപ്പൻ്റെയും കൂടെ ചേർത്ത് ഈ ഫീസ് ഒരു ഫാമിലി പാക്കേജ് ആക്കാൻ വല്ല ചാൻസ് ഉണ്ടോ? അല്ലാതെ നന്നാവൂല. എടോ ഇമാതിരി ചീള് കേസ് ഞാൻ ഏറ്റെടുക്കാത്തത് മുതലാവത്തോണ്ടാ. അപ്പോഴാണ് ഫാമിലി പാക്ക്. അതിപ്പോ സാറിന് മുതലാവാൻ വേണ്ടിട്ട് നമുക്ക് ആരെങ്കിലും കുത്തിക്കൊല്ലാൻ പറ്റൂ? എടോ ഇമാതിരി പ്രശ്നത്തിൽ ഇന്ന് ചാടരുതെന്ന്. എത്ര കയറി? 5. ഈ ചള്ള് ചെക്കന്മാരെ കാരണം മഹാ മെനക്കേടായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഇവർക്ക് ഇത് എന്താടാ വേണ്ടത്? ഒന്ന് തള്ളിയതിന്റെ പേരില്. അപ്പൊ അവന്റെ കണ്ണാടിയോ എടുത്താ എന്ത് യൂസ് ചെയ്യുന്നില്ലേ? അതുപോലെ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞേക്കാം. കോളേജിൽ വെച്ചേ ആ പയ്യനെ റാഗ് ചെയ്ത് പോയിട്ട് അവന്റെ മുഖത്ത് നോക്കേണ്ട കാര്യം പോലും മറന്നേക്ക്. റാഗ് ചെയ്യാണ്? അതിന് നമ്മളെന്തിനാ അവനെ റാഗ് ചെയ്യണം? അപ്പൊ നീ അറിഞ്ഞില്ലേ അവൻ ജോയിൻ ചെയ്യാൻ വരുന്നത് നിന്റെ കോളേജിലാ. നോക്കിയങ്ങോട്ടൊക്കെ നടന്നോ ഓടെ. പെട്ടെന്ന് ഇറങ്ങി ചേട്ടാ എത്രയായി? 30. ഇച്ചിരി ഗ്യാപ്പ്. കോളേജ് 10 10 10 30. ഏട്ടാ അവൻ പോണു. അവന്റെ 10 വേണ്ടേ? കണക്ക് തെറ്റി. 15 15 30. ഏട്ടാ 5 രൂപ തരാ. ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് പറയുവാണ്. അവന്റെ കൂടെ ആരെങ്കിലും നോക്കിയിട്ടൊക്കെ മതി തല്ലുന്നതൊക്കെ. ഒന്ന് പോടാ അവിടെ. അപ്പൊ തല്ലുന്നില്ലേ? തലേ കയറാതിരിക്കാൻ ഒന്ന് പേടിപ്പിച്ച് നിർത്തിയാൽ മതി. അല്ലാനെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള ധൈര്യം എടുത്തും എന്താടാ ചോർന്നു പോന്നെ? ഭാഗ്യം. ഞാൻ കരുതി നീ കോളേജിൽ കാല് വെക്കുമ്പോഴേ അവനെ അടിക്കുമെന്ന്. മുമ്പിൽ കിട്ടിയ ചിലപ്പോ അവനെ ഞാൻ തല്ലിന്നിരിക്കും. കേട്ടല്ലോ. ഇതിപ്പോ കോളേജ് എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ത പോലെ ഉണ്ടല്ലോ. എന്താടാ? വന്ന് ഓ മൈ ഗോഡ്, ഒറിജിനൽ ചന്ത. അതെ, ഇനിയിപ്പോ എന്താ ചെയ്യേ? നീ ഇങ്ങനെ പതറല്ലേ? നീ കുറച്ച് ആറ്റിറ്റ്യൂഡ് പിടിച്ചിട്ടേ അങ്ങോട്ട് നടന്നോ. ആറ്റിറ്റ്യൂഡ് എങ്ങനെ? കണ്ട പേടിക്കണ കണ്ട. ഇത്രേ ഉള്ളൂ. ഇവന്മാരൊക്കെയാണ് ഒളിച്ചും പാത്തും വന്ന് ഞോണ്ടാ നിൽക്കുന്ന. ഇനിയും വരുന്നിടത്ത് വെച്ചാണ്. അതേ പോണു. പാടാ ഒന്ന് പേടിപ്പിച്ചിട്ടേക്കാം. ഒരു കാരണവശാലും നീ എന്നെ കൈവിടല്ലേ. കണ്ണാടി എടുത്തോണ്ട് ഓടിയാലോ? ഓടിക്കോ. പിന്നെ ആ വഴിക്കങ്ങ് പൊക്കോണം. ആളാകെ മാറിയല്ലോ. ഞാൻ പറഞ്ഞില്ല അവൻ തല്ലാൻ ആളെ ഇറക്കുന്നു. ആരാ കുഞ്ഞമ്മേ? ഒന്ന് പോടാ. നിങ്ങളെന്താ ഇവിടെ? അനുപമ എവിടെയാ ചേർന്നേ? എക്കണോമിക്സിന് തന്നെയല്ലേ? കോമേഴ്സ് തന്നെ. കയറിയതേ ഉള്ളൂ. മോനും കോമേഴ്സ് തന്നെ. അതെ, എക്കണോമിക്സ്. പിന്നെ ഒന്നും ആരോടും പറയാൻ പറ്റിയില്ല. അങ്കിള് VRS എടുത്ത പിന്നെ അവിടെ ഒന്നും ചെയ്യാനില്ല. അനുപമയുടെ സംസാരിച്ചത് എങ്ങനെയാ? കുട്ടികൾ ക്ലാസ്സിൽ പോകണ്ടേ? ഞാനാണോ സംസാരിച്ചത്? നീ അല്ലേ സംസാരിച്ചെന്ന്? നിങ്ങൾ ക്ലാസ്സിലോട്ട് പോകും. ആദ്യത്തെ ദിവസം തന്നെ ലേറ്റ് ആയിട്ട് മോശം ഇമേജ് ഒന്നും ഉണ്ടാക്കണ്ട. ശരി. അയ്യോ പറയാൻ വിട്ടുപോയി. മറ്റന്നാ ഞങ്ങളുടെ അവിടെ ഊണ്. അങ്കിളിന്റെ പിറന്നാളാണ്. പഴയ വീട്ടിലല്ല, അമ്മയ്ക്കറിയാം പുതിയ സ്ഥലം. ദേ 2 പേരും വരണം. ശരി. അഡ്വാൻസ് നന്നായി വരട്ടെ. അനുഭവം വന്നിട്ടുണ്ട്. വാ. ഇതെങ്ങോട്ട് തുള്ളിച്ചോടി പോയി? നീ ഇതോടായിരുന്നു. ഒരാളെങ്കിലും ക്ലാസ് കണ്ടുപിടിക്കില്ലേ? എന്നിട്ട് കണ്ടുപിടിച്ചോ? ഇല്ല. അവൻ ഇതെങ്ങോട്ട് ഓടിപ്പോയത്? അവന്റെ പഴയ അനുപമയില്ലേ, അവൾ ഇവിടെ അഡ്മിഷൻ എടുത്തിരിക്കും. ഇവിടെ ഈ കോളേജിലാ?
അപ്പൊ ബോംബെ പഠിച്ചിട്ടും ബോധമില്ല. എവിടെ എന്തായി കണ്ടാ? ഇതിന്നെങ്ങനെ കണ്ടുപിടിക്കുന്നത്? അത് ശരി. അപ്പൊ ഇതൊരു സ്പോട്ട് ചെയ്തില്ലേ? പിന്നെന്തോ പ്രണയം സ്പോട്ട് ചെയ്യാൻ അവളെന്താ പുള്ളിപ്പുലേ? നിനക്ക് ഇതിന്റെ ഒരു നാക്കറിയില്ല. ഞാനിവിടെ വരാം. ഇങ്ങോട്ടാ കണ്ടുപിടിക്കണ്ടേ? നീ ഇവിടെ ഞാൻ ഉണ്ടായിക്കോളാം. എടാ അവൾക്ക് ഇനി എന്നെ ഓർമ്മയില്ലാണ്ടായിരിക്കൂ. പണ്ട് കുഞ്ഞിലെപ്പോഴോ കണ്ടല്ലേ. എന്നാ ഒരു കാര്യം ചെയ്യും, നീ ആ പഴയ പാവയും കെട്ടിപ്പിടിച്ച് അവൻ്റെ അടുത്ത് ചെന്ന് നോക്ക്, ഓർമ്മയുണ്ട്? എടാ നിനക്കൊരു കാര്യം ചെയ്യാൻ പറ്റുമോ? എന്ത്? അപ്പോ ഇന്നലെ പറഞ്ഞ പോലെ ഇന്ന് ക്ലാസ് ഇല്ല. നമുക്ക് ഇവിടുന്ന് പരിചയപ്പെട്ട് തുടങ്ങിയാലോ? ഇത് കഴിയുമ്പോ ഒന്ന് ചോദിക്കും. പറ്റൂല. എന്റെ പേര് അനുപമ. മിസ് അനുപമ. അനുപമയ്ക്ക് എന്താണ് നാട്ടിൽ ഫ്രണ്ട്സ് ഇല്ലാത്തത്? ഏതോലാടത്? വല്ല ചോദ്യം ഉണ്ടെങ്കിൽ അവസാനം ചോദിക്കണം. ഈ ചോദ്യം ചോദിക്കലൊക്കെ ക്ലാസ് തുടങ്ങുമ്പോഴും കാണണം. നീ കണ്ടിന്യൂ. ഇതിന് ബാക്കി കഥകളിൽ ഒരു റൂട്ടുണ്ട്. എൻ്റെ പേര് അനുപമ സോമൻ. പഠിച്ചതും വളർന്നതൊക്കെ ബോംബെയിലാണ്, ദാദർ. സെൻറ് മേരീസ് സ്കൂളിലായിരുന്നു 10th വരെ. പ്രീ ഡിഗ്രി സെൻറ് സേവിയേഴ്സിൽ. അച്ഛൻ HP-യിൽ ഏരിയ സൂപ്പർവൈസറായിരുന്നു. മം ഇസ് എ ഹൗസ് വൈഫ്. അവിടുത്തെ ഫാസ്റ്റായിട്ടുള്ള ജീവിതം മടുത്തും പിന്നെ എൻ്റെ പഠിത്തമെല്ലാം കണക്കിലെടുത്തും അച്ഛൻ VRS എടുത്ത് എന്നെ അമ്മയും കൂട്ടി നാട്ടിലോട്ട് വന്നു. സഹോദരങ്ങളൊന്നുമില്ല. ഒരു കസിൻ ബ്രദർ ഉണ്ട്. ആളൊരു കോപ്പറേറ്റീവ് ബാങ്കിലാണ്. പിന്നെ അത്രേ ഉള്ളൂ. പിന്നെ ആദ്യം ആരോ ചോദിച്ചതിന് മറുപടി. ഞാൻ ജനിച്ചതൊക്കെ ഇവിടെ തന്നെയാണ്. ഞങ്ങൾ തറവാട് ചേർത്തലയിലും. 9 വയസ്സായപ്പോഴേക്കും അച്ഛന് ബോംബെക്ക് ട്രാൻസ്ഫറായി. എൻ്റെ ഓർമ്മകൾ കൂടുതലും അവിടെയാണ്. പിന്നെ സുഹൃത്തുക്കൾ. അച്ഛന് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. എനിക്കങ്ങനെ ഇവിടെ സുഹൃത്തുക്കളൊന്നുമില്ല. എന്ന് വെച്ചാൽ ആരും ഇല്ല എന്നല്ല, എല്ലാവർക്കും ഉള്ള പോലെ വളരെ അടുത്ത് 1-2 പേര്.